പാലക്കാട് നഗരമധ്യത്തിൽ കൊല്ലപ്പെട്ട യുവതി നേരിട്ടത് അതിക്രൂര പീഡനം. പ്രതി യുവതിയുടെ വാരിയെല്ല് തകർത്തു. നട്ടെല്ലിനും ക്ഷതമേറ്റിട്ടുണ്ട്. ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവുകൾ. പീഡന വിവരം പുറത്തറിയാതിരിക്കാനാണ് 46-കാരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതിയുടെ മൊഴി. സുബയ്യൻ മുമ്പ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണ്. പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുന്നു. അജിത്ത്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന കൂടുതൽ വിവരങ്ങൾ? ഇവർ നേരിട്ടത് അതിക്രൂര പീഡനം എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് അതിക്രൂരമായ പീഡനമാണ് ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നതെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ശരീരത്തിൽ വാരിയലിൽ ഉൾപ്പെടെ പൊട്ടലേൽക്കുന്ന സാഹചര്യമുണ്ട്. നട്ടലിന് ക്ഷതവും ഏൽക്കുന്ന സാഹചര്യമുണ്ട്. ശരീരത്തിൽ ആകമാനം മുറിവുകളുള്ള സാഹചര്യമുണ്ട്. ആ മുറിവുകൾ എന്ന് പറയുന്നത് പല ഭാഗത്തായി സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ക്രൂരമായ ആക്രമണമാണ് ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. അത് നഗരമധ്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായത് സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള വിജു ആണ്. അന്ന് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആളാണ്. ഇത്തരത്തിൽ സുബയ്യൻ ഈ സ്ത്രീയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അതിന് വഴിയിൽ കണ്ടതാണ്, ഇത്തരത്തിൽ അവശനിലയിൽ കണ്ടതുകൊണ്ട് താൻ എത്തിച്ചതാണെന്ന് പറയുന്നു. ആ സമയത്ത് ഈ സുബയ്യന് നേരത്തെ 2 കേസുകളിൽ പ്രതിയാണ്. അതിലൊന്ന് വണ്ടിത്താവളത്ത് മീനാക്ഷിപുരം പോലീസിൽ ഉള്ള കേസാണ്. മീനാക്ഷിപുരത്ത് വെച്ച് മീനാക്ഷിപുരത്തെ ഇയാളുടെ ഭാര്യയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ആശുപത്രി തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ട കേസിലും ഇയാൾ പ്രതിയാണ്. ഈ മീനാക്ഷിപുരത്ത് അന്ന് ജോലി ചെയ്ത ആളായിരുന്നു വിജു. അന്ന് ഇവിടെ സ്റ്റേഷൻ ഡ്യൂട്ടിക്കുണ്ട്. ഇപ്പോൾ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഇത്തരത്തിൽ കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നി. ഈ സുബയ്യനല്ലേ അതെന്ന് സംശയം തോന്നി. അതുകൊണ്ടാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനും പിന്നീട് ചോദ്യം ചെയ്തതും സാഹചര്യ തെളിവുകളും CCTV ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ പ്രതി കുറ്റം സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് പ്രതി കുറ്റം സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ എടുക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇയാൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ക്രൂരമായി തന്നെ ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ സമ്മതിക്കാതോടുകൂടി. അതായത് നിരന്തരം ഇയാൾ ലൈംഗിക ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ സമ്മതിക്കാത്തതിനെ തുടർന്ന് ക്രൂരമായ മർദ്ദനം, ചവിട്ടുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് അതിനുശേഷം ശ്വാസം മുട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. ശരീരത്തിൽ ആകമാനം മുറിവേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ക്രൂരമായിട്ടാണ് നഗരമധ്യത്തിൽ ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇയാളാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായി ആശുപത്രിയിലേക്ക് എത്തിച്ച് ഒഴിവാകാനായിരുന്നു ശ്രമം. പക്ഷേ അവിടെ വെച്ച് ഈ വിജു എന്ന് പറയുന്ന കോൺസ്റ്റബിളിൻ്റെ നിർണായകമായ ഇടപെടലാണ് കേസിൽ വഴിത്തിരിവായത്. ഏതാണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. ക്രൂരമായ പീഡനമാണ് ഈ സ്ത്രീക്ക് പാലക്കാട് നഗരമധ്യത്തിൽ ഏൽക്കേണ്ടി വന്നതെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.